പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ കേരളം മുഴുവൻ ആകെ ബഹളമയമാണ്. മറ്റൊന്നല്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീടുകളിലൊക്കെ ഇപ്പം റെയ്ഡ് നടക്കുന്നു എന്നുള്ളത്. എസ്ആർ ലോജിക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലാണ് ഇപ്പോൾ ഈ റെയ്ഡൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അന്നും ഈ ആരോപണമൊക്കെ ഉയർന്നിരുന്നു. അന്നൊന്നുമില്ലാത്ത ഒരു ED റെയ്ഡാണ് ഇപ്പോൾ നടക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഇത് ജനങ്ങളെ പറ്റിക്കുകയാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കുന്നു എന്ന് വേണേൽ പറയാം. അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ ഇമേജ് വളർത്തുക, അദ്ദേഹത്തിന് നല്ലൊരു രാഷ്ട്രീയ വളർച്ച ഉണ്ടാക്കി കൊടുക്കുക, പിണറായി വിജയന് വളരെ സുഖദായകമായിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് 5 കൊല്ലം ഇരുത്തുക, ഇതൊക്കെയാണ് സഖാക്കന്മാരുടെ മുന്നിലുള്ള ചിന്ത എന്ന് എല്ലാവർക്കും അറിയാം. അല്ലാതെ ഇത് കോൺഗ്രസ് BJP ഡീലൊന്നുമല്ല. ശരിക്കു പറഞ്ഞാൽ ഇത് CPM BJP ഡീൽ തന്നെയാണ്. പിണറായി വിജയൻ്റെ വളരെ നല്ല ഭരണം കൊണ്ട് തന്നെയാണല്ലോ ഇവിടെ UDF അധികാരത്തിലെത്തിയത്. നിങ്ങൾ വീട്ടിൽ പോയി ചോദിക്കൂ, കടക്ക് പുറത്തു എന്ന ധാർഷ്ട്യം നിറഞ്ഞ ഏകാധിപത്യ പ്രവണതയുള്ള ഒരു ഭരണം കൊണ്ട് തന്നെയായിരുന്നല്ലോ ഈ ഇടത് ഭരണം തൂത്തെറിയപ്പെട്ടത് എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഇടത് സഹാക്കന്മാരുമുണ്ട്. അതായത് CPMനെ സ്നേഹിക്കുന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ധാരാളം സഹാക്കന്മാർക്ക് ഉള്ള ആഗ്രഹമായിരുന്നു പുതിയ ആരെങ്കിലും പ്രതിപക്ഷ നേതാവായിട്ട് വരണം എന്നുള്ളത്. ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, 80 വയസ്സായി, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവായി ഇരിക്കാൻ യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭരണം കൊണ്ടാണല്ലോ ഇടതുപക്ഷത്തിന് ഭരിക്കാൻ ഭരണം കിട്ടാതെ വന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം മാറി നിന്നുകൊണ്ട് പുതിയ ആരെങ്കിലും പ്രതിപക്ഷ നേതാവായിട്ട് വരണമെന്ന് ആഗ്രഹിച്ച ധാരാളം സഹാക്കന്മാർ അവരുടെ ഇടയിൽ തന്നെയുണ്ട്, CPMൽ തന്നെയുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ ഒരു ഇമേജ് സൃഷ്ടിക്കപ്പെടണം പുതിയ പ്രതിപക്ഷ നേതാവിന്. പിണറായി പറയുന്ന വാക്കിന് നേതാക്കന്മാരുടെ ഇടയിൽ, CPMൻ്റെ വലിയ നേതാക്കന്മാരുടെ ഇടയിൽ ഒരു അപ്പീലില്ല. അവസാന വാക്ക് പോളിറ്റ് ബ്യൂറോ ഒന്നുമല്ല, പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി പോലും സമ്മതിക്കും. അങ്ങനെയാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വന്നതെന്നുള്ളത് തർക്കമില്ലാത്ത വസ്തുതയാണ്. പക്ഷേ അടിത്തട്ടിലുള്ള ധാരാളം ഇടതുപക്ഷ സഹാക്കന്മാർക്ക് അതിനോട് വളരെ വിയോജിപ്പുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ ഒരു ഇമേജ് പിണറായി വിജയൻ സൃഷ്ടിക്കപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇപ്പോഴത്തെ ED റെയ്ഡ് എന്നുള്ളത് തർക്കമില്ലാത്ത വസ്തുതയാണ്. ഏതാണ്ട് 1-2 ആഴ്ച കഴിയുമ്പോൾ കാണാം, പിണറായി വിജയന്റെ വീട്ടിൽ നിന്നൊന്നും കണ്ടെത്താൻ പറ്റിയില്ല, വെറുതെ അദ്ദേഹത്തെ ക്രൂശിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്ത വരുന്നത്. അതോടുകൂടി പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ് വളരെ വിശുദ്ധനായി മാറി. ഇങ്ങനെയൊക്കെ തന്നെയാണ് പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും അവരോധിച്ചത്. CPM സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ അത്ര വലിയ ഇഷ്ടത്തോടുകൂടിയൊന്നും അല്ല പൊതുസമൂഹം കണ്ടിരുന്നത്. അന്ന് എല്ലാവർക്കും പ്രിയങ്കരൻ VS അച്യുതാനന്ദൻ തന്നെയായിരുന്നു. അദ്ദേഹത്തെ മുൻനിർത്തിയാണ് അന്ന് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് പിണറായി വിജയനും ധർമ്മടത്ത് മത്സരിച്ചിരുന്നു. ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ VSനെ മാറ്റി പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയാണ് CPMും സഹാക്കന്മാരും ഒക്കെ ചെയ്തത്. ആ 5 കൊല്ലം വളരെ ഭേദപ്പെട്ട ഭരണം കാഴ്ചവെച്ചു. ഒരു മാന്യനായ ഒരു വ്യക്തി എന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു. കോവിഡും കാലഘട്ടമായിരുന്നു. ചാനലിന് മുന്നിലുള്ള ചർച്ചകളൊക്കെ ഫലപ്രദമായിട്ട് തന്നെ പിണറായി ഉപയോഗിച്ചു. ഒരു നാഥനില്ലാത്തവർക്ക് ഒരു നാഥനായിട്ട്, ഒരു കുടുംബത്തിലെ ഒരു കാരണവരായിട്ടൊക്കെ പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പിണറായി വിജയന് ആ കോവിഡ് കാലത്ത് കഴിഞ്ഞു. ചാനലിന് മുന്നിൽ നിന്നുള്ള പ്രഭാഷണങ്ങളിലൂടെയൊക്കെ തന്നെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് തുടർഭരണം കിട്ടിയത്. കേരളത്തിലെ തുടർഭരണം കിട്ടുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും. അടുപ്പിച്ച് 10 കൊല്ലം ഭരിക്കാൻ കഴിഞ്ഞ ഒരു മുഖ്യമന്ത്രി എന്നുള്ളത് പിണറായി വിജയൻ തന്നെയായിരിക്കും. ആദ്യത്തെ 5 കൊല്ലം അദ്ദേഹത്തിന്റെ മെച്ചപ്പെട്ട ഭരണമായിരുന്നു. പിന്നീട് നമ്മൾ 5 കൊല്ലം കണ്ടത് ധിക്കാരം നിറഞ്ഞൊരു ഭരണമാണ്. ഏകാധിപതിയെ പോലെ താൻ തീരുമാനിക്കുന്നു, നിങ്ങൾ അനുസരിച്ചു പോകണം എന്നൊക്കെയുള്ള രീതി. അത് CPMകാർ മാത്രമല്ല, പൊതു സമൂഹം തന്നെ വെറുത്ത ഒരു വ്യക്തിയായി മാറി പിണറായി വിജയൻ. CPMകാർക്ക് പോലും ഇദ്ദേഹത്തെ മുൻനിർത്തി ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ പരാജയം ഉണ്ടെന്ന് തന്നെ അവർക്ക് അറിയാമായിരുന്നു. എങ്കിൽ പോലും മുഖ്യമന്ത്രിയാകാനുള്ള മോഹം, മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് സുഖലോലുപത ആസ്വദിക്കാനുള്ള മോഹം കൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ 3ാമതും ധർമ്മടത്ത് മത്സരിച്ചത്. ഇതിനെയും അന്ന് എതിർത്ത ധാരാളം സഹാക്കന്മാർ, മാനസികമായി എതിർത്ത ധാരാളം സഹാക്കന്മാരെന്ന് ഇടതുപക്ഷത്തുണ്ടായിരുന്നു. അവസാനം ഭരണം നഷ്ടപ്പെട്ടു. UDF VD സതീശന്റെ നേതൃത്വത്തിൽ 102 സീറ്റോടുകൂടി അധികാരത്തിലെത്തി. അപ്പോഴും ജനം ചിന്തിച്ചു, പ്രതിപക്ഷ നേതാവാകുന്നത് പിണറായി വിജയൻ ആയിരിക്കില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും, പുതിയ ആരെങ്കിലും, സജി ചെറിയാനെ പോലെയുള്ള മറ്റാരെങ്കിലും പ്രതിപക്ഷ നേതാവായി വരുമെന്നാണ് അന്ന് എല്ലാവരും കരുതിയത്. പിണറായി വിജയൻ അധികാരം ആസ്വദിക്കാതിരിക്കാൻ സാധിക്കില്ല. മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് 5 കൊല്ലം അദ്ദേഹത്തിന് ആസ്വദിക്കണം, എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റണം. അങ്ങനെ അദ്ദേഹം മറ്റാരുടെയും താല്പര്യം ഉണ്ടെന്ന് തോന്നില്ല, അദ്ദേഹത്തിന്റെ സ്വയം താല്പര്യത്തോടുകൂടി അദ്ദേഹം പ്രതിപക്ഷ നേതാവായി മാറി. ഒരുപാട് എതിർപ്പ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായി. അപ്പോഴാണ് ഇപ്പോൾ ഈ ED റെയ്ഡ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ ആരോപിക്കപ്പെട്ടത് BJP CPM ഡീൽ തന്നെയാണ്. ആ ഡീൽ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെ എങ്ങനെയും വെള്ളപൂശണം, അദ്ദേഹത്തിന് വലിയൊരു ഇമേജ് സൃഷ്ടിക്കപ്പെടണം, അദ്ദേഹത്തിന് രാഷ്ട്രീയ വഴി സുഗമമാക്കണം. ഇതൊക്കെയാണ് ഈ ED റെയ്ഡിന് പിന്നിലുള്ള ഉദ്ദേശം. കൃത്യമായിട്ടും നമുക്ക് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ കാണാം, ED റെയ്ഡിൽ ഒന്നും കണ്ടില്ല കേട്ടില്ല, പിണറായി വിജയൻ വിശുദ്ധനാണെന്ന്. ഇവിടുത്തെ ഉള്ള
ഇടത് സഖാക്കൾ അല്ലെങ്കിൽ അടിമകൾ എന്ന് പറയുന്ന ആൾക്കാർ, പിണറായി അടിമകൾ എന്ന് പറയുന്ന ആൾക്കാർ ഇത് വാനോളം പുകഴ്ത്തി ആനയും അമ്പാരിയും വെച്ച് ഇതിനെ മഹത്വവൽക്കരിക്കും. അതോടുകൂടി തന്നെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ വിശുദ്ധനായി മാറുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കുന്ന ഇതിന് തുല്യം.